Lappen både på kar innan ചൂട് എന്നുള്ള കാറ്റുണ്ട്. ഞങ്ങള് ഇറങ്ങിയിട്ട വീട്ടിൽ നിന്ന് ഞങ്ങൾ മോനെ തീറ്റയിൽ കൊണ്ടാക്കാൻ പോകുന്നു കേട്ടോ. ഈ സമയത്ത് പോണ ഇവിടെ 8 മണിയാവാറാവണ 8 മണിക്ക് ചെല്ലണം കേട്ടോ തീറ്റയിൽ. ഇപ്പം നമ്മളവിടെ 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. 11:30 ആവും. 11:30 ആയിട്ടുണ്ടാവും ഇപ്പോൾ അവിടെ. ഇവിടെ സമയം 7:45 എങ്ങാണ്ടായിട്ടുള്ളൂ. 8 മണിയാവും. 8 മണിയാവും. 8 മണിക്കാണ് അവിടെ ആക്കേണ്ടത് കേട്ടോ. ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ കഴിഞ്ഞല്ല. ശനി ഞായർ ഇവിടെ ഇല്ലല്ലോ. നമ്മളവിടുത്തെ പോലെ തന്നെ ശനി ഞായറൊന്നും ഇല്ല. അപ്പം ഞങ്ങൾ ഞായറാഴ്ച വൈകുന്നേരം ഇവിടുന്ന് മോളെ വീട്ടിൽ നിന്ന് മോൻ്റെ വീട്ടിലേക്ക് പോകട്ടാ. അത് കാരണം ഞങ്ങൾ 2 ദിവസം കിട്ടിയുള്ളൂ. ആ 2 ദിവസം ഞാനും കൂടെ കൊണ്ടുപോകുന്നു കണ്ണനെ. കുറച്ച് ഇവിടുന്ന് 10 മിനിറ്റ് ഇല്ല കേട്ടോ വഴി. ഞങ്ങളത് മെയിനായിട്ടുള്ള വഴിയിലേക്ക് വന്നു കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് വഴിയുണ്ട് നമുക്ക് എത്താനായിട്ട്. കള്ളനാണെങ്കിൽ ഞാൻ വന്നപ്പോൾ ഞാൻ വരണം. ഇന്നലെ ഞാൻ പറഞ്ഞ കീറ്റയിലേക്ക് ഞാനില്ല. അമ്മൂമ്മ വരണു കണ്ണു. ഭയങ്കര തണുപ്പായിട്ട് ഇവിടെ. ഞങ്ങളൊക്കെ തണവിൽ എന്തെന്നാന്നറിയില്ല. ഇനിയും കിടക്കണം. ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്താനുള്ളത് ഡിസംബർ 4 ഞങ്ങൾ എത്തുക കേട്ടോ. അപ്പോഴേക്കും ഒരു പരിവാവും ഞങ്ങൾ തണുപ്പിട്ട്. അയ്യോ സൂട്ടായിട്ടാണ് പോകണം. ഞങ്ങൾ കോട്ടും സൂട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് പോയിട്ടും തണവുണ്ട്, നല്ല കാറ്റ്. 2 ആളൂടെ ആയാലും ഞങ്ങൾക്ക് സുഖം. മാറി മാറി ഞങ്ങൾക്ക് നിൽക്കാം. ഞങ്ങൾ അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. ഡീറ്റെയിൽ എത്തട്ടെ.
മോനെ കീറ്റയിലാക്കിയിട്ട് വന്നു കേട്ടോ. അവന് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാമ്മയല്ലേ കൂടെ. അമ്മയാണെങ്കിൽ അവൻ പൊക്കോളാൻ പറഞ്ഞാൽ അവൻ പോവും. ഇപ്പം അമ്മാമ്മയുള്ള കാര്യം പാവം, അതിനൊരു അമ്മാമ്മേരോട് കളിക്കാം. അപ്പോൾ ശനി ഞായറും ഞങ്ങൾക്ക് ഉണ്ട് അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് കളിക്കാനൊക്കെ. പിന്നെ ഇപ്പോൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിൽ അവർ കൊണ്ടുപോയാൽ പ്രാർത്ഥനയാണ് കേട്ടോ നടക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്തെ ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മഴയൊന്നുമില്ല, നല്ല വെയിൽ, നല്ല അന്തരീക്ഷമാണെങ്കിൽ അവർക്ക് തന്നെ അവിടെ സ്കൂൾ പാർക്കുണ്ട്, പാർക്കിലൊക്കെ കൊണ്ടുപോയി കളിക്കും. ഇത് കഴിഞ്ഞിട്ട് കൊണ്ടുവരും, ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കും, ഉറങ്ങും, നല്ലോണം ഉറക്കം വരും. ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 3:30-4 മണിയാകുമ്പോൾ അവർക്ക് ഒരു ഭക്ഷണം കൂടെ അവർ കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ല അന്തരീക്ഷത്തിൽ പുറമെ അവർ കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങൾ കാണിക്കും കുട്ടികൾ. വൈകുന്നേരത്തെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞ് നമുക്ക് കൊണ്ടുപോരാട്ടാണ് കൊച്ചുമക്കൾ. കീറ്റ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പിന്നെ നാളെ കാണാം കേട്ടോ.